നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക എന്ന തന്ത്രം മാത്രമല്ല BJPക്കുള്ളത്. മത്സരിക്കാതെ രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കണമെന്ന തന്ത്രവുമുണ്ട്. ഈ പ്ലാൻ ബിയുടെ പിന്നിൽ ആരായിരുന്നാലും മത്സരിക്കാതിരുന്നാൽ പഴയ വോട്ട് കച്ചവട വിവാദം മടങ്ങിവരുമെന്ന ആശങ്കയിലാണ് BJPയിൽ ഒരു വിഭാഗം. വട്ടിയൂർക്കാവ്, ധർമ്മടം, കൂത്തുപറമ്പ്, ബേപ്പൂർ, കളമശ്ശേരി, പറവൂർ, തൃപ്പൂണിത്തുറ, ഹരിപ്പാട്, അമ്പലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് മത്സരിക്കാതെ വിട്ടുനിന്ന് രാഷ്ട്രീയ ശത്രുക്കളെ തോൽപ്പിക്കാൻ BJP പദ്ധതിയിടുന്നത്. ജയിച്ചില്ലെങ്കിലും വേണ്ടില്ല, ചിലരെ തോൽപ്പിക്കാതെ ഇനി മുന്നോട്ടില്ലെന്നാണ് BJP നേതൃത്വത്തിന്റെ നിലപാട്. അത് RSS താൽപര്യം കൂടി ഉൾക്കൊണ്ടാണെന്നാണ് വിവരം. BJPയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമൻ K മുരളീധരനാണ്. കേരളത്തിൽ BJPക്കുണ്ടായിരുന്ന ഏക സീറ്റായ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ച കുറ്റമാണ് K മുരളീധരനെ RSS മുഖ്യ ശത്രുവാക്കിയത്. BJP ഏറെ വിജയസാധ്യത കൽപ്പിച്ച മണ്ഡലമായിരുന്നു നേമത്ത്. അവസാന നിമിഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി മുരളീധരൻ എത്തിയതോടെ വലിയ തിരിച്ചടിയാണ് BJPക്കുണ്ടായത്. മണ്ഡലം V ശിവൻകുട്ടിക്ക് ലഭിക്കുകയും ചെയ്തു. അതിനാൽ K മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽപ്പിക്കണമെന്ന നിലപാടിലാണ് സംഘപരിവാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. അതിനാൽ ധർമ്മടം BJP മത്സരിക്കേണ്ടെന്നാണ് ഇപ്പോഴത്തെ ആലോചനയെന്ന് വിവരം. ജില്ലയിലെ മറ്റൊരു മണ്ഡലമായ കൂത്തുപറമ്പും ഹിറ്റ് ലിസ്റ്റിലാണ്. രാജ്യസഭാ MP സദാനന്ദിനെതിരായ അക്രമ രാഷ്ട്രീയത്തിന് LDFനോട് പകവിട്ടാനുള്ള അവസരം ഒരുക്കണമെന്ന ആലോചനയാണ് ഇവിടെ മത്സരിക്കാതെ പോരാടാൻ BJP ആലോചിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഇനി നിയമസഭ കാണിക്കരുതെന്ന രാഷ്ട്രീയ അജണ്ടയും BJPക്കുണ്ട്. റിയാസിനെതിരായ വോട്ട് ഭിന്നിക്കാതിരിക്കാൻ ബേപ്പൂരിൽ മത്സരിക്കേണ്ടെന്ന RSS ചിന്തയും BJP നേതൃത്വത്തിന് മുന്നിലുണ്ട്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി, പറവൂർ, തൃപ്പൂണിത്തുറ എന്നീ മണ്ഡലങ്ങളിലും മത്സരിക്കാതിരിക്കാൻ BJPക്ക് പദ്ധതിയുണ്ട്. ശക്തമായ BJP വിരുദ്ധ നിലപാടെടുക്കുന്ന മന്ത്രി P രാജീവ് വീണ്ടും കളമശ്ശേരിയിൽ മത്സരിച്ചാൽ തോൽപ്പിക്കണമെന്നതാണ് അജണ്ട. RSSനെ ശത്രുവായി പ്രഖ്യാപിച്ച് നീങ്ങുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കണമെന്നാണ് RSSന്റെ ആഗ്രഹം. നേമത്ത് കോൺഗ്രസ് തോറ്റിട്ടും BJPയുടെ പരാജയത്തിൽ സന്തോഷിച്ചതിലുള്ള പ്രതികരണമെന്നോണമാണിത്. അമ്പലപ്പുഴ MLA H സലാമിന് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന ആക്ഷേപമാണ് BJP കാലങ്ങളായി ഉന്നയിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തോടെ ഇത് കൂടുകയും ചെയ്തു. ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാതെ രാഷ്ട്രീയ എതിരാളികളെ തോൽപ്പിക്കാൻ ഒരു രാഷ്ട്രീയ തന്ത്രം പയറ്റണമെന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന മാത്രമാണ്, തീരുമാനമല്ല. പക്ഷേ തന്ത്രം സ്വീകരിക്കുമ്പോൾ BJP വോട്ട് കച്ചവടം നടത്തിയെന്ന വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. അതിനാൽ തെരഞ്ഞെടുപ്പിൽ ഈ സാഹസം ഒഴിവാക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ശക്തമായിരിക്കും. BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിൽ BJP മത്സരിക്കാതിരിക്കുമോ? വരുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP എത്ര സീറ്റുകൾ നേടും? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.